എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് ഒരു പൂന്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യാനിക്കുട്ടക്ക്. അപ്പോൾ ആ പൂന്തോട്ടത്തിലേക്ക് നമുക്ക് പോകാം. എവിടെ പോവുകയാണ് നമ്മൾ? പൂന്തോട്ടത്തിലേക്ക്. എവിടേക്കാണ് പോണേ? തൊടിയിലേക്ക്. വഴിയൊക്കെ കുറച്ച് മോശമാണ് കേട്ടോ. കണ്ടില്ലേ എന്തിനൊന്നും അത്രയൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളിതാ എല്ലാവരും കൂടി പൂക്കൾ വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് നമ്മളിവിടെ കുറച്ച് പൂക്കൾ വലിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൂക്കൾ കുറവായി തോന്നാം. പക്ഷേ ഇതാ നമ്മുടെ ആദ്യത്തെ സംരംഭവും നമ്മൾ ആദ്യമായിട്ട് ഒരു ജോലിയിലേക്ക് പുറപ്പെട്ടതൊക്കെ ആണ് കേട്ടോ ഈ കാണുന്ന പൂക്കൾ. പക്ഷേ ഇത് കൊടുത്താൽ നമുക്ക് പൈസ കിട്ടും. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിനെ വലിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ. ആ ഓരോ പൂവ് കാണുമ്പോഴും നമുക്ക് വലിക്കാനേ തോന്നുന്നില്ല. പക്ഷേ നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു വരുമാന മാർഗമായിട്ടാണല്ലോ. അപ്പോൾ ഇതാ യാനിക്കുട്ടിയൊക്കെ കത്രിയൊക്കെ എടുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൂക്കളുമായിട്ട് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ പൂക്കളെല്ലാം നമ്മൾ കൊണ്ടുവന്ന പൂക്കളെല്ലാം ഇവിടെ കൊട്ടി. ഇതിന് മുന്നേ നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് വലിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ 100 രൂപയുടെ കിറ്റായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കിറ്റുകളാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പൂവൊക്കെ നമ്മൾ വേറെ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ പ്രസൻ്റ് ചെണ്ടുമല്ലി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും പാക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അങ്ങനെ നമ്മൾ ഈ പൂക്കളെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്കാണ് ഹോം ഡെലിവറിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മൾ 100 രൂപയുടെ കിറ്റ്. പിന്നെ ഒന്നാമത് പൂവിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. പിന്നെ ഓണത്തിനാണല്ലോ പൂക്കൾ മെയിൻ. അതുകൊണ്ട് പൂക്കൾക്കൊക്കെ നല്ല റേറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ആരും ചെറുതാണെന്ന് പറഞ്ഞിട്ടൊന്നും പറയരുത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ പൂക്കളമൊക്കെ ആയിട്ട് നമ്മുടെ പൂവ് കുറച്ചുകൂടി വലിയ പൂക്കളാണ് കേട്ടോ. വലിയ ചെണ്ടുമല്ലി ആയിട്ടുണ്ട് നമ്മുടെ. കാരണം നമ്മൾ വലിച്ചിട്ടേ ഉണ്ടായിരുന്നില്ലല്ലോ, നമുക്കതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടില്ലേ വലിയ പൂക്കളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പൂക്കൾ ഓരോരുത്തർക്ക് കിട്ടുമ്പോൾ അതൊരു സന്തോഷം, നമുക്കത് കൊടുക്കുമ്പോഴൊരു സന്തോഷം. പക്ഷേ ഇത്രയും ഭംഗിയുള്ള പൂക്കൾ വലിക്കുമ്പോൾ നമുക്കൊരു സങ്കടം എന്ന് മാത്രമേ ഉള്ളൂ. ഇതാ കുട്ടികളും എല്ലാവരും കൂടി നമ്മൾ ഇതാക്കിയിട്ട് പൂക്കളെല്ലാം അവിടെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കിറ്റുകളൊക്കെ ആക്കുന്നുണ്ട്. നമ്മൾ തകൃതിയായിട്ട് നമ്മുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പൂക്കളായിട്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോളൊക്കെ അടിച്ച് നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഒരു അരമണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് കേട്ടോ നമ്മുടെ സ്ഥലത്ത് നിന്നിട്ട്. അപ്പോൾ കുറച്ച് മഴയുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അതുകൊണ്ട് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായത്. പിന്നെ ഇങ്ങനെ പോകെ വെയിലുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെവിടെയാണ് ഏലപ്പുള്ളിയിലെ ഒരു ഓണച്ചന്തയ്ക്കാണ് വന്നിരിക്കുന്നത്. അവിടെ കുറച്ച് പൂക്കൾ വെക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് ഒരു 3 പൂവുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിമാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഇന്നിവിടെ 25 കിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ 100 രൂപയുടെ. അങ്ങനെ ഓണച്ചന്ത ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, സാരി അങ്ങനെ. അപ്പോൾ നമ്മുടെ അവിടെ ഒരു ചേച്ചിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ പൂവ് വെച്ച സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണം വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.